നമസ്കാരം. കാലം നമുക്ക് വേണ്ടി വൃദ്ധസദനങ്ങൾ നിർമ്മിക്കപ്പെടുന്ന ലോകത്തിലാണ് നാം. ആ ഓർമ്മപ്പെടുത്തലിൻ്റെ നൊമ്പരവുമായി ശ്രീ സുഭാഷ് ചേർത്തലയുടെ കവിത അമ്മ. മക്കളായി 4 പേരുണ്ടെങ്കിലും അമ്മ ഏകയാണേകയാണീ ഊഴിയിൽ. അച്ഛൻ മറഞ്ഞൊരു കാലം മുതൽ അമ്മ ഭാരമായി തീർന്നുവോ 4 പേർക്കും. നാഴൂരി മണ്ണും പകുത്തെടുത്ത് മക്കൾ 4 വഴിക്കായി പിരിഞ്ഞു പോയി. അച്ഛൻ്റെ ആത്മാവുറങ്ങുന്ന മണ്ണിലന്നന്തി തിരി കൺ തുറന്നതില്ല. ഉള്ളം തുളുമ്പുന്നോരോർമ്മകൾ നോവിൻ്റെ ആഴം പെറുക്കി ചിതറിച്ചു. ദുശകൂനം പോലെ അമ്മയെ കണ്ടൊരാ മക്കൾ നടന്നു മറയുന്നതും നോക്കി നെഞ്ചോ പൊടിഞ്ഞമ്മ നീറി നിന്നു. ചെല്ലക്കഥകൾ നുകർന്നു രസിച്ചൊരാ പേരക്കിടാവോടി വന്ന നേരം ശാസിച്ചു നിർത്തി. മരുമകളെങ്കിലും മുത്തശ്ശിക്കൊപ്പമൊന്നോടിയെത്താൻ കൈനീട്ടി നിന്നു കരഞ്ഞു പൈതൽ. അന്യയായമ്മുമ്മ നൊന്തു നിൽക്കേ വിങ്ങി നുറുങ്ങിയോ കുഞ്ഞിൻ മനം. നിർമ്മല ബാല്യമേ, നിന്നിൽ പക നട്ടൊരച്ഛനും അമ്മയും എന്തു നേടി. മക്കളെ ഓർക്കുക, തീരാത്ത ദുരിതമായി നിങ്ങളെ ചൂഴുന്ന താപമായി തീരുമീ മാതൃശാപം. ആരോപിനയിട്ടൊരാ 4 കെട്ടിൻ്റെ നോവു പോലമ്മ പകച്ചു നിന്നു. പോകാനിടമില്ല എന്നൊരു ദുഃഖമല്ലമ്മ തൻ നെഞ്ചിൽ തിളച്ചതപ്പോൾ. മഴയിലും പൊള്ളുന്ന പകലിലും മക്കൾക്കായി ഓടിത്തളർന്നൊരാ അച്ഛൻ്റെ രൂപമാണമ്മയെ വന്നു പൊതിഞ്ഞതപ്പോൾ. അച്ഛനുണ്ടായിരുന്നെങ്കിലെന്നായമ്മ ഉള്ളം തപിച്ചു കൊതിച്ചു പോയി. അച്ഛൻ മറഞ്ഞതിൽ പിന്നെ ഈ അമ്മയെ എന്തേ കിടാങ്ങൾ മറന്നുപോയി. നേരമില്ലമ്മയെ നോക്കുവാൻ എന്നെല്ലാ മക്കളും ഒന്നായി പറഞ്ഞെങ്കിലും 4 ആരെങ്കിലും വന്നു കൈപിടിച്ചൊപ്പം നടക്കുമെന്നാശിച്ചു പോയി. ആശകൾ പിന്നെയും ബാക്കിയാക്കി പാതി വഴിയിൽ മറഞ്ഞൊരാ അച്ഛൻ്റെ ഓർമ്മയിൽ അമ്മ പിടഞ്ഞു വീഴേ. കൈപിടിച്ചാരു നടത്തിയ അമ്മയെ ശരണാലയത്തിൻ കവാടം